ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഷാലൂസ് ഹോം ഡയറി. അപ്പോൾ ഇന്ന് ഞാൻ എന്നോട് ബുഷ് പെപ്പറിനെ പറ്റി ഒരുപാട് ആൾക്കാർ ഡൗട്ട്സ്, പിന്നെ എവിടെ ഈ പ്ലാന്റ് വാങ്ങിക്കാൻ കിട്ടും, അങ്ങനെയൊക്കെ ഒരുപാട് യൂട്യൂബിലെ കമൻസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാനായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ വെറുതെ ഈ പൂക്കളൊക്കെ എൻ്റെ ഒന്ന് കാണിക്കാമെന്ന്. ഇത് ബ്ലീഡിങ് ഹാർട്ട് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. അപ്പോൾ നമ്മുടെ ബുഷ് പെപ്പറിലേക്ക് വരുവാണെങ്കിൽ എൻ്റെ ബുഷ് പെപ്പർ ഹാർവെസ്റ്റിങ്, അതുപോലെ ബുഷ് പെപ്പർ പ്ലാന്റിങ് ഐഡിയാസ് എന്ന് പറഞ്ഞ 2 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് ഒരുപാട് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് മെയിൻലി 2-3 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഒത്തിരി പേര് ചോദിച്ചു, ഈ കട്ട കെട്ടി ഉള്ള പ്ലാന്റിങ് ഐഡിയയിൽ അതിൻ്റെ അകത്ത് വെള്ളം കെട്ടി നിൽക്കുമോ, അങ്ങനെയൊക്കെ ചോദിച്ചു. അത് നമ്മൾ ജസ്റ്റ് കട്ട ഇങ്ങനെ ബ്ലോക്സ് വെച്ച് കെട്ടി ഒരു പ്ലാറ്റ്ഫോം അല്ല, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് അല്ലെങ്കിൽ ഒരു സ്ക്വയർ ബോക്സ് പോലെ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ അതിൻ്റെ അകത്ത് തന്നിട്ട് മണ്ണ് വളം നമ്മൾ മിക്സ് ചെയ്ത് ചേർക്കുന്നു. അപ്പോൾ അത് സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം പോകാനുള്ള സ്പേസ് അതിലുണ്ട്. അല്ല ഒരിക്കലും അതിൻ്റെ അകത്ത് വെള്ളം കെട്ടി നിൽക്കുകയോ ഒന്നുമില്ല. പിന്നെ വേറെ ഒരു കാര്യം ചോദിച്ചത്, എത്ര പ്രാവശ്യം ഹാർവെസ്റ്റിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ചോദിച്ചു എത്ര പ്രാവശ്യം നമുക്ക് അത് വിളവെടുക്കാൻ പറ്റുമെന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാ മാസവും അതിന് കുരുമുളക് കിട്ടും. പിന്നെ ബൾക്കായിട്ട് വിളവെടുക്കണമെന്ന് പറഞ്ഞാൽ വർഷത്തിൽ 2 വട്ടം എന്തായാലും എടുക്കാം, ഒരു ബൾക്കായിട്ട് നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നും നിങ്ങളുടെ കറിക്ക് യൂസ് ചെയ്യാനുള്ള കുരുമുളക്, അല്ലെങ്കിൽ എന്നും നിങ്ങൾക്ക് പറിക്കാനുള്ളത് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. ഇപ്പോൾ ഒരു കുറ്റി കുരുമുളകേ ഉള്ളെങ്കിലും അത് കിട്ടും. പിന്നെ വേറെ ഒരു കാര്യം ചോദിച്ചാൽ എത്ര നാൾ ഇത് എടുക്കും ഇത് ഉണ്ടായി തുടങ്ങാനായിട്ടെന്നുള്ളത്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ ഒരു ഗ്രാഫ്റ്റഡ് തൈ വാങ്ങിച്ച് നട്ടു, അല്ലെങ്കിൽ നിങ്ങളൊരു ഉണ്ടായിത്തീരി വീണ ഒരു കമ്പ് നിങ്ങളുടെ അല്ലാത്ത കുരുമുളകിൽ നിന്ന് എടുത്തൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് നട്ടു. അപ്പോൾ അത് ഒരു 2 മാസം കഴിയുമ്പോൾ തന്നെ അതിൽ നിന്ന് തിരി വീണ് കായ്കൾ ഉണ്ടായി തുടങ്ങും. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് മെയിൻലി നമ്മൾ അതിൻ്റെ വളവും എല്ലാം കറക്റ്റായിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. ഇത് ജസ്റ്റ് പ്ലാസ്റ്റിക് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പോണ്ടാണ്. അതിൽ ഓസ്കാറാണ്. അതിനെ ഒന്ന് ഇടയ്ക്ക് ഞാനിതിങ്ങനെ കാണിച്ചതേ ഉള്ളൂ നിങ്ങളെ. അതുപോലെ തന്നെ വേറെ ഒരു കുറേ ക്വസ്റ്റ്യൻസ് കണ്ടത്, ഇത് കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ചോദിച്ചേക്കുന്നതാണ്, എവിടെ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ. ഇപ്പം കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഏത് ഗാർഡൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ബുഷ് പേപ്പറിൻ്റെ പ്ലാന്റ്സ് അവൈലബിൾ ആയിരിക്കും. ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ എനിക്ക് അറിയത്തില്ല എത്രത്തോളം ഇത് അവൈലബിൾ ആണെന്ന്. ഇപ്പം തൃശ്ശൂർ മണ്ണുത്തിയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൾക്കായിട്ട് എടുക്കാനാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് അത് കുറവ് പൈസയ്ക്ക് നിങ്ങൾക്കത് വാങ്ങിച്ചുകൊണ്ടായിട്ട് പോകാനായിട്ട് പറ്റും. ഇപ്പം ഔട്ട്സൈഡ് കേരള എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്രത്തോളം അവൈലബിൾ ആയിരിക്കുമെന്ന്. അല്ലെങ്കിൽ വലിയ ഈ കുരുമുളക് ഉണ്ടെങ്കിൽ, ഈ മരത്തേലൊക്കെ കയറിയിരിക്കുന്ന കുരുമുളക് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റെംസ് നോട്ട്സോട് കൂടി സ്റ്റെംസ് കട്ട് ചെയ്തെടുത്ത് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കാം. അപ്പം ഞാൻ കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ കുരുമുളകിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം ഈ കുരുമുളക് നമ്മുടെ ആദ്യം ഞാൻ കാണിച്ച 2 വീഡിയോസിലുള്ള ഒരു ബുഷ് പെപ്പറാണിത്. അപ്പോൾ ഇത്രയും വളർന്ന് ഇത്രയും വലുതായിട്ടുണ്ട്. കുരുമുളകൊക്കെ നിറയെ തിരിയൊക്കെ വീണിട്ടുണ്ട്. അന്ന് ഞാൻ നിങ്ങളെ കാണിച്ചതിലും കൂടുതലായിട്ട് ഇതിപ്പോൾ വളർന്നിട്ടുണ്ട്. ഇപ്പോൾ അന്ന് ഞാൻ ഒരു നട്ടതിൻ്റെ വീഡിയോയും ഫോട്ടോസ് ഞാൻ ഇപ്പോൾ കാണിക്കാം. ഇതാണ് ഞാൻ ഇടയ്ക്ക് ഒരു ചെറുത് നട്ടതിൻ്റെ ഒരു ഫോട്ടോ, പഴയതാണിത്. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ ആദ്യം വളർന്ന ബുഷ് പെപ്പർ കാണിച്ചതിൻ്റെ പഴയ ഫോട്ടോ ആണിത്. ഇപ്പോൾ ഇതിലും കൂടുതൽ ഒത്തിരി നന്നായിട്ടത് നല്ല ബുഷിയായിട്ട് കൂടുതൽ നന്നായിട്ടത് വളർന്നിട്ടുണ്ട്. ആ ചെറുതായിട്ട് നിൽക്കുന്ന ബുഷ് പെപ്പർ ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, നന്നായിട്ട് മേളിലോട്ട് കിളിച്ചിട്ടുണ്ട്. തിരിയൊക്കെ കുറേ വീണിട്ടുണ്ട്, നന്നായിട്ട് കിളിച്ചിട്ടുണ്ടത്. അതിനൊരു കമ്പ് കുത്തി കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഹൈറ്റ് വെച്ച് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ അത് ഒടിഞ്ഞു പോകണ്ട എന്നുള്ള രീതിയിൽ അത് കമ്പ് കുത്തി കൊടുത്തതേ ഉള്ളൂ, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും നാളും 2 ഹോളോ ബ്രിക്സിൻ്റെ തന്നെ 2 വലിയ കട്ടയുടെ ഒരു
ഹൈറ്റ് വെച്ചിട്ടാണ് ഇതെല്ലാം നട്ടേക്കുന്നത്. അപ്പോൾ ആ മറ്റേത് ഒരു ലെയർ ഓഫ് കട്ട മാത്രം വെച്ചിട്ടാണ് മറ്റേത് നട്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഹൈറ്റിൽ വന്നപ്പോൾ ആ കമ്പ് കുത്തി വെച്ചേക്കുന്നത്. ഇതാണ് ഇപ്പം ബുഷ് പെപ്പർ ഇത്രയും നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഇതിനിപ്പം കുറേ ഈൽഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് സ്ഥലക്കുറവിൻ്റെ ഒരു പ്രശ്നമുണ്ട്. സ്ഥലമുള്ളവരാണെങ്കിൽ ഇതൊരു വരുമാന മാർഗമായിട്ട് തന്നെ കണ്ട് എത്ര ഇതുപോലത്തെ ഇത് വേണമെങ്കിലും സെറ്റപ്പ് ചെയ്ത് നിങ്ങൾക്ക് വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ അടിഭാഗത്തു നിന്നൊന്ന് കാണിക്കുന്നുണ്ട്. കണ്ടല്ലോ കട്ട ഇപ്പോൾ 2 വർഷത്തിൽ മേലായി ഇങ്ങനെ നട്ട് വെച്ചിട്ട്. അപ്പം നമുക്ക് മണ്ണ് അതിൻ്റെ അകത്ത് നിറച്ച് നടുമ്പോൾ തന്നെ നമ്മൾ ചാണകം, അതുപോലെ മണ്ണ്, ചാണകം എല്ലാം കൂടി ഇട്ട്, അതുപോലെ വേപ്പും പിണ്ണാക്ക് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് തന്നെ നിങ്ങൾ നടുവാണെങ്കിൽ പിന്നെ എപ്പോഴും ആ കട്ട മാറ്റി കൊടുത്ത് നിങ്ങൾക്ക് ആ വളം ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ പൊടിവളം വല്ലതും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മുകളിൽ കൂടെ തന്നെ ഒന്ന് ഇളക്കിയിട്ട് മണ്ണൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അരണ്ടിയോ വല്ലതും വെച്ച് മണ്ണൊന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഇതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ കണ്ടല്ലോ, ഒരു ലെയർ കട്ടേ വെച്ചിട്ടുള്ളൂ. ഈ ബ്രിക്സ് തന്നെ ഒരു ലെയർ ഓഫ് കട്ട, ഇതിൻ്റെ പുറത്ത് ഒരു ലെയറും കൂടി ഇതുപോലെ തന്നെ വെച്ചിട്ടാണ് മറ്റേ ബുഷ് പേപ്പർ ഞാൻ നട്ട് വെച്ചേക്കുന്നത്. ഇതിപ്പോൾ ഒരു കട്ട ഉള്ളതുകൊണ്ട് അത് കുറച്ച് ഹൈറ്റ് വെച്ച പോലെ തോന്നും. ഇവിടെ നിന്നൊക്കെ നല്ലപോലെ വേരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു കട്ടയോട് വെച്ച് നമ്മൾ മണ്ണിടുവാണെങ്കിൽ നല്ലതായിരിക്കും. കണ്ടോ, ഗ്രാഫ്റ്റഡ് പാർട്ടാണ് അതിപ്പോൾ കണ്ടത്. അതിൽ നിറയെ തിരികൾ വീണിട്ടുണ്ട്. പിന്നെ വേറെ ഒരു വളമെന്ന് ഇതിന് പറയുന്നത് ആട്ടുംകാഷ്ടം നല്ലതാണ്, കോഴിവളം നല്ലതാണ്. ചാണകവും മണ്ണും വേപ്പും പിണ്ണാക്കും മിക്സ് ചെയ്ത് നിങ്ങൾ നട്ട് കഴിഞ്ഞിട്ട് പിന്നെ വളങ്ങളായിട്ട് ഈ കോഴിവളവും ആട്ടുംകാഷ്ടവും ഒക്കെ ഇട്ട് കൊടുക്കാൻ നല്ലതായിരിക്കും. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേറെ ഒരു ഡൗട്ടെന്ന് പറയുന്നതായിരുന്നു, ഇനി എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനുള്ളത് നിങ്ങൾ വേപ്പെണ്ണ, വെളുത്തുള്ളി ചതച്ചതും വേപ്പെണ്ണയും മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് നല്ലതായിരിക്കും. അല്ലാതെ കെമിക്കലായിട്ടുള്ള പെസ്റ്റിസൈഡ്സ് ഒന്നും കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് നല്ല ഒരു പെസ്റ്റിസൈഡാണ്. ഫംഗൽ ഇൻഫെക്ഷൻസും ഒക്കെ പോകാനായിട്ട് നല്ല ഒരു കാര്യമാണ് വേപ്പെണ്ണയും വെളുത്തുള്ളിയും ചേർന്ന മിശ്രിതം അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റിങ്ങിൻ്റെ മെയിൻലി ഞാൻ ഒത്തിരി പേര് ഡൗട്ട്സ് ചോദിച്ചുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ കാണിക്കുന്നത്. ഇപ്പം കുറച്ച് എല്ലാം പായലൊക്കെ പിടിച്ച് കട്ട നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതുപോലെ 2 ലെയർ കട്ട വെച്ച് അകത്ത് മണ്ണും വളവും നിറച്ചിട്ടാണ് ഇതിപ്പോൾ നട്ടേക്കുന്നത്. ഒരുപാട് പേര് ഇതിൻ്റെ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഒരു കാര്യം, ഒരുപാട് നല്ലപോലെ കിളിക്കുന്നില്ല, നല്ല ശരിയാവുന്നില്ല എന്നൊക്കെ പറയുന്നവരോട് ഈ സൺലൈറ്റും ഒരു പ്രധാന ഘടകമാണ്. ഒരുപാട് ഒരുപാട് ഇങ്ങനെ ഡയറക്റ്റ് വെയിൽ ആവശ്യമില്ല. കുറച്ച് തണലുള്ള ഏരിയയിൽ നമ്മൾ കുരുമുളകാണെങ്കിലും നമ്മൾ ഓരോ മരങ്ങളുടെ അടിയിൽ തണലത്താണല്ലോ നടുന്നത്. അപ്പോൾ ഇത് കുറച്ച് നമുക്ക് തണലുള്ള ഏരിയയിൽ നിങ്ങൾ നട്ടാൽ നല്ലതായിരിക്കും. അപ്പം അതിൻ്റെ ഒരു വളർച്ചയ്ക്കും ഒക്കെ അത് ഒരു ഫാസ്റ്റ് ഗ്രോത്തിന് കറക്റ്റ് ആയിരിക്കും. ഒരുപാട് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്തേക്കാട്ടിലും കൂടുതൽ എനിക്ക് ഉള്ള ഒരു അനുഭവം ഫാസ്റ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് കുറച്ച് വെയിൽ ഡയറക്റ്റ് സൺലൈറ്റ് കുറവുള്ള ഏരിയയിലാണ് കുറച്ച് കൂടുതലായിട്ട് പെട്ടെന്ന് കിളിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒത്തിരി നമ്മളിപ്പോൾ റോസായോ അല്ലെങ്കിൽ തെറ്റിയോ അങ്ങനത്തെ ചെടികളൊക്കെ, ഫ്രൂട്ട്സിൻ്റെ ചെടികളൊക്കെ കൊണ്ടുവെക്കുന്ന പോലെ ഡയറക്റ്റ് സൺലൈറ്റിൽ നമ്മൾ കൊണ്ടുവെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്ന് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പം എൻ്റെ ആ ബുഷ് പേപ്പർ പ്ലാന്റിങ് ഐഡിയാസിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ ഹാർവെസ്റ്റിങ്ങിൻ്റെ വീഡിയോയും ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിന് തീർച്ചയായിട്ടും റിപ്ലൈ അയക്കുന്നതായിരിക്കും. ഇതുപോലെ ഈ ടയർ വെച്ചിട്ടുള്ള ഒരു പ്ലാന്റിങ് ഐഡിയ നല്ലൊരു ഐഡിയ ആണ്. 2 ടയർ വെച്ചിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ടാണ് ഒരെണ്ണം നട്ടിരിക്കുന്നത്. അതും നല്ലൊരു ഐഡിയ ആണ്. അതുപോലെ തന്നെ വേണമെങ്കിൽ വലിയ ചട്ടികൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതെനിക്ക് തോന്നുന്നു കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റിങ് ആയിരിക്കും. വലിയ പോട്ട്സിൽ മണ്ണ് നിറച്ചിട്ട് അങ്ങനെ നടുന്നതും അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കുറേ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ എനിക്ക് പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. കീപ്പ് ഓൺ വാച്ചിങ് മൈ ചാനൽ ഷാലൂസ് ഹോം ഡയറി. താങ്ക് യു. ബൈ.